ഹലോ ഗൈസ്, നമുക്ക് ദുബൈയിൽ ഒരു സ്റ്റേക്കേഷന് പോയാലോ? ഈദ് ഹോളിഡേയ്സിൽ ഞങ്ങൾ ഒരു സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. ആ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അബുദാബിയിൽ നിന്ന് 130 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഈ ഒരു റിസോർട്ടിലേക്ക്. ഏകദേശം 1.5 മണിക്കൂറോളം സമയമെടുക്കും. അധികം ട്രാഫിക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ഉച്ച സമയത്തായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അധികം ട്രാഫിക്കിലൊന്നും പെടാതെ എത്തിയിട്ടുണ്ടായിരുന്നു. ചെക്ക് ഇൻ ടൈം 2 മണിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു 12:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അബുദാബിയൊക്കെ വിട്ടിട്ട് നമ്മളിപ്പോൾ ദുബായ് സിറ്റി കൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓരോ തവണ കാണുമ്പോഴും പുതുമ തോന്നുന്ന ഒരു നഗരമാണ് ദുബായ്. ശരിക്കും നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. റോസ് റെയ്ഹാൻ ബൈ റൊട്ടാന എന്ന് പറയുന്ന ഹോട്ടലാണ്. അപ്പോൾ നേരെ തന്നെ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലാണ് കാർ പാർക്കിംഗ് വരുന്നത്. അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് റിസപ്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആൾക്കാർ പെടാതെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ റിസപ്ഷനിൽ നിന്നുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത റൂമിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ലൈറ്റ്സ് എല്ലാം ഓൺ ആകും. അപ്പം ഞാൻ ആദ്യം തന്നെ പോയത് ഈ ഒരു കിച്ചൺ ഏരിയയിലേക്കാണ്. ഫോട്ടോയിൽ ഈ ഒരു കിച്ചൺ ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ചെറിയ കിച്ചണാണ്. ഫ്രിഡ്ജ്, ഓവന്, അതുപോലെ നമുക്ക് ടീയോ കോഫിയോ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഐറ്റംസ്, ഇലക്ട്രിക് കെറ്റില്, വാഷിംഗ് മെഷീന്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതൊരു വാർഡ്രോബ് ഏരിയയാണ്. ലോക്കർ സിസ്റ്റം ഒക്കെ വരുന്ന വാർഡ്രോബാണ്. അതുപോലെ നമുക്ക് തുണിയൊക്കെ അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ തന്നെ അയൺ ബോക്സും ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് വാഷ്റൂം വരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ടവൽസും ബാക്കി നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ റൂമിലേക്ക് വരുന്ന സമയത്ത് ഡ്രസ്സിംഗ് ടേബിള്, TV, അതുപോലെ നമുക്ക് കഴിക്കാനായിട്ട് ചെറിയൊരു ഡൈനിങ് ഏരിയ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു റൂമായിരുന്നു. റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലോർ വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഹൈ ഫ്ലോർ ആയിരുന്നു ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഏകദേശം 70 നിലകളോളം ഉള്ളൊരു റിസോർട്ടാണിത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും മെട്രോ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യുന്നത്.